കേരളമെന്ന പേര് കേട്ടാൽ തിളയ്ക്കണം ചോര ഞരമ്പുകളിൽ. പക്ഷേ ഇന്ന് പരിഷ്കൃതമായിട്ടുള്ള നവോത്ഥാനത്തിലേക്ക് നടന്നെടുക്കുന്ന ഊറ്റം കൊള്ളുന്ന 100% സമ്പൂർണമായിട്ട് സാക്ഷരത കൈവരിച്ചുവെന്ന് അഭിമാനിക്കുന്ന മലയാളികളുടെ ഞരമ്പുകളല്ല, മറിച്ച് അവൻ വളരെ വൃത്തികെട്ട രീതിയിലുള്ള വളരെ അക്രമാസക്തമായിട്ടുള്ള ഈ സ്വഭാവ കത്തിയിലേക്ക് നീങ്ങുന്ന രീതിയിലുള്ള സംസ്കാരത്തിലേക്ക് പുതിയ ഓൺലൈൻ സംസ്കാരം, പുതിയ യൂട്യൂബ് സംസ്കാരം നമ്മളെ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുകയാണ് എന്നുള്ളത് പുരപ്പുറത്ത് വെളുപ്പാങ്കാലത്ത് കയറി കൂവുന്ന കോഴികളെ പോലെ എന്ത് അപരാധവും ആരെ കുറിച്ചും വിളിച്ചു പറയാമെന്ന് ഇന്നത്തെ യൂട്യൂബ് ചാനലുകളും പ്രത്യേകിച്ച് ചില മഞ്ഞ ചാനലുകളും ആരെയും തേജോവധം ചെയ്തുകൊണ്ട് പൈസ സമ്പാദിക്കണം, ആരെയും തേജോവധം ചെയ്യണം. അവന്റെ അമ്മ ആത്മഹത്യ ചെയ്താലും അവളുടെ ഗർഭസ്ഥയായ ഭാര്യ ആത്മഹത്യ ചെയ്താലും കുഴപ്പമില്ല, എനിക്ക് ആരോപണം മാത്രം, എനിക്ക് പണം മാത്രം, എനിക്ക് പ്രതികാരം മാത്രം, ഈ ഒറ്റ ചിന്ത മാത്രം മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു സമൂഹം ഇവിടെ ഉണ്ട് എന്നുള്ളത് കേരളത്തിന് തന്നെ അപമാനകരമാണ്. ഞാനിപ്പോൾ സംസാരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് അത് മറ്റൊന്നുമല്ല, നമ്മുടെ അപ്പാനി ശരത്തിന്റെയും ബിൻസിയുടെയും വിഷയമാണ്. എന്ത് നല്ല നാറിയ തരമാണ് നമ്മൾ ഈ കാണുന്നത്, ഈ കേൾക്കുന്നത്. ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുവാനായിട്ട്, ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുവാനായിട്ട് നമുക്ക് എങ്ങനെ സാധിക്കുന്നു? ഇതിനെ എങ്ങനെ അനുവദിച്ചു കൊടുക്കുവാനായിട്ട് സാധിക്കുന്നു? ഒരു പെൺകുട്ടിയെ അവിടെ പിച്ച് ചെയ്യുമ്പോൾ അതൊരു ഗെയിം ഷോയ്ക്ക് ഉള്ളിലാണെങ്കിൽ അതിനൊരു ധാർമ്മികതയുണ്ട്. ആ ഒരു ഗെയിം ഷോയുടെ ഉള്ളിൽ വെച്ചുകൊണ്ട് അവര് 100% കമ്മിറ്റഡ് ആയിട്ട് അതിന്റെ ഉള്ളിൽ ചെന്ന് കഴിയുമ്പോൾ അതിന് വിമർശിക്കാം, എന്തിനേയും എടുത്ത് നമുക്ക് കുത്തിക്കീറാം. പക്ഷെ അതിന്റെ പുറത്തുള്ള ജീവിതത്തെയും ബാധിക്കുന്ന രീതിയിൽ ആ ഗെയിം കഴിഞ്ഞിട്ടും അവരെ പിച്ച് ചിന്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, ഒളി ക്യാമറകളും അങ്ങനെയുള്ള കാര്യങ്ങളും കൊണ്ട് ഇവരെ പിന്തുടരുകയാണെങ്കിൽ നിങ്ങള് ഉദ്ധാരണ സിദ്ധിയും പ്രത്യുൽപാദന ശേഷിയും നഷ്ടപ്പെട്ടു പോയ വളരെ ഷണ്ട് സമൂഹമായിട്ട് നിങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് എനിക്ക് ഈ ജനതയോട്, ഇതിനെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നവരോട് എനിക്ക് പറയേണ്ടി വരും. നമ്മുടെ അനുമോൾക്ക് ബിഗ് ബോസിന്റെ ഉള്ളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുകയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളം വെച്ചു കൊടുക്കുകയും അതിലൂടെ 100 കണക്കിന് വോട്ടുകൾ സ്വീകരിക്കുകയും ചെയ്ത നമ്മുടെ അനുമോൾക്ക് ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നതെന്ന് നമുക്കൊരു വീഡിയോയിലൂടെ കണ്ടു നോക്കാം. അനുമോളെ നമുക്കൊന്ന് ശ്രമിക്കാം. ആയിട്ട് എല്ലാവരും പറയേണ്ടതെന്ന് പറഞ്ഞാല്, ബിഗ് ബോസ് എന്നുള്ള ഷോ കഴിഞ്ഞു, 100 ദിവസം കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ടും ഒത്തിരി പേര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക, ഇച്ചിരി വരി അറിയുന്നുണ്ട്. എനിക്ക് അതിനോട് പറയൊന്നുമില്ല, പറയുന്നവര് പറഞ്ഞോട്ടെ. പിന്നെ ഈ പറയുന്ന പോലെ എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരെടുത്ത് ഞാൻ പറയുന്നതാണ്, കുറച്ച് പേര് പറയാണ്, എൻ്റെ പേരും പറഞ്ഞ് ദയവ് ചെയ്ത് ആരോടും വഴക്കുണ്ടാക്കാനോ അവിടെ പോയി എന്നെ കുറ്റം പറയും, എന്നെ മോശമായിട്ട് പറയുന്നതൊക്കെ പോയിട്ട് ബാഡ് കമന്റ് ഇടാനൊന്നും പോകരുത്. പറയുന്നവർ പറഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിരിക്കുക. പിന്നെ ഇങ്ങനെ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് എന്ത് കിട്ടുന്നു എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പക്ഷെ ഞാനൊന്നും മൈൻഡും ചെയ്യുന്നില്ല. ഞാൻ ഇപ്പൊ ഹാപ്പിയാണ്. ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്, ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം ഒത്തിരി പേര് എനിക്ക് മെസ്സേജ് അയച്ചും വിളിച്ചും പറഞ്ഞതാണ്. ബിഗ് ബോസിന് പുറത്തുള്ള അനുമോൾ നല്ല മാന്യയാണ്, ബിഗ് ബോസിന് പുറത്തുള്ള അനുമോൾ ഭയങ്കര ഫേമസ് ആണ്, ബിഗ് ബോസിന് പുറത്തുള്ള അനുമോൾ വളരെ കൃത്യമായിട്ട് നമ്മളോട് പറയുന്നുണ്ട് ഇങ്ങനെയുള്ള നെഗറ്റീവുകൾ പാടില്ല. അപ്പോൾ അനുമോൾ ഫാൻസിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ കുലദൈവം നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് പരത്തി അതിൻ്റെ ഉള്ളിൽ കഴിഞ്ഞു, അതെന്റെ ഗെയിം ആയിരുന്നു, ആ ഗെയിം അവിടെ കഴിഞ്ഞു. ഇനി നിങ്ങൾ അതിൽ നിന്ന് വിട്ട് നിങ്ങൾ വേറെ കണ്ടന്റുകൾ തേടി പോവുക, അല്ലെങ്കിൽ അനുമോളെ സപ്പോർട്ട് ചെയ്യുക, അനീഷിനെ സപ്പോർട്ട് ചെയ്യുക, എന്തെങ്കിലും ചെയ്യുക. അല്ലാതെ ഒരാളുടെ കുടുംബം തകർക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യരുത്. എനിക്ക് മഞ്ഞ ചാനലിനോട് പ്രത്യേകിച്ച് പറയാനുള്ളത്, എന്ത് തരത്തിലുള്ള സുഖമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്? അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് വേറൊരു വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ വീഡിയോ എടുത്ത കുറെ തെമ്മാടികളുണ്ട്, സ്വന്തം അമ്മയുടെയും പെങ്ങളുടെയും വീഡിയോ എടുത്ത് സൂക്ഷിക്കുന്നവരെ പോലുള്ള കുറച്ച് നാറികളുണ്ട്. അമ്മമാരുടെ എന്താ പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഇത് പുള്ളി ഇതുവരെ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടില്ല. ഞാൻ ഇടത്തില്ല, കാരണം ഇത് ആക്ച്വലി എന്ന് പറയുന്നത്, ഇത് ഞാൻ മാത്രമല്ല ഷൂട്ട് ചെയ്തത്. ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരു 10-15 പേര് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ എനിക്കും ഈ ബൈറ്റ് കിട്ടി. പക്ഷെ ഈ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ കൂട്ടമായ ഒരു തീരുമാനം എടുത്തു, അതായത് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യരുത്. അത് കുറച്ച് നല്ല യൂട്യൂബേഴ്സ്മാർ എല്ലാവരും അനുസരിച്ചു, അത് അപ്ലോഡ് ചെയ്യരുതെന്ന് പറയാൻ. ഈ വീഡിയോയിൽ കൃത്യമായിട്ട് പറയണം, അവരെടുത്തു വെച്ചത് പുറത്ത്. എനിക്ക് ഇതിന്റെ ഒരു സാങ്കത്യം മനസ്സിലാകുന്നില്ല. പല ആംഗിളിൽ നിന്ന് രണ്ട് മനുഷ്യർ സംസാരിക്കുകയോ എന്തെങ്കിലും ചെയ്തു കഴിയുമ്പോൾ തെറ്റിദ്ധാരണ ജനകമായ ആംഗിളിൽ നിന്ന് വീഡിയോ എടുത്ത് വെച്ചിട്ട് പറയണം, സ്വന്തം അമ്മയുടെയും പെങ്ങളുടെയും ഭാര്യയുടെയും സ്വന്തം മകളുടെയും മകന്റെയും പോലെയും വീഡിയോ എടുക്കാൻ മടിയില്ലാത്തവരാണ് ഇക്കൂട്ടര്.
എന്നിട്ട് എടുത്തിട്ട് പറയും ഇത് ഞാൻ പുറത്ത് കാണിക്കാൻ വേണ്ടിയിട്ടല്ല, എനിക്ക് സൂക്ഷിക്കാനാണ്. അവനോ കണ്ടുകൊണ്ട് രാത്രിയിൽ എന്തെങ്കിലും തരത്തിലുള്ള വൃത്തികേട് ചെയ്യാനായിരിക്കും. ഇങ്ങനെ നിന്റെ എന്തെങ്കിലും തരത്തിലുള്ള വൈകൃതങ്ങൾ നിനക്കുണ്ടെങ്കിൽ അത് ഞങ്ങൾ സാധാരണ ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കരുത്. അത് നിങ്ങൾ 15 പേരോ ഒരു എത്ര ആൾക്കൂട്ടമായിക്കൊള്ളട്ടെ, ഇതൊന്നൊരു സദാചാരമല്ല, നിന്റെയൊക്കെ ദുർവിചാരമാണ്, നിന്റെ ദുർവികാരമാണ്. ഈ നാറികളോടൊക്കെ ഇതിൽ കൂടുതൽ എങ്ങനെയാണ് പറഞ്ഞു മനസ്സിലാക്കേണ്ടത്? ഇത്തരത്തില് എൻ്റെ പ്രിയ പ്രേക്ഷകരെ ഞാൻ പറയുകയാണ്, നമ്മൾ വിമർശിക്കാം, പക്ഷെ ഈ ലൈംഗികമായിട്ടുള്ള അപവാദങ്ങളുടെ നേരെ പോകുമ്പോൾ നിങ്ങൾക്കറിയാം ഒത്തിരിയേറെ മേഖലയിൽ ഇതുണ്ട്. അതുകൊണ്ട് സത്യത്തിന്റെ കൂടെ നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേറൊരു അർത്ഥതലവും കൂടിയുണ്ട്. എന്താണ്? അത് അറിയുന്നത് വരെ, സത്യം അറിയുന്നത് വരെ അവർക്ക് നമ്മൾ ഒരു പ്രത്യേക ഒരു പരിരക്ഷയെങ്കിലും നമ്മൾ കൊടുക്കണം. അതിപ്പോൾ ദിലീപേട്ടന്റെ കാര്യത്തിലാണെങ്കിലും, അത് രാഷ്ട്രീയപരമായ കാര്യത്തിലാണെങ്കിലും, ഏത് കാര്യത്തിലാണെങ്കിലും വെറുതെ അപവാദം പറഞ്ഞ് 2 അഡൽസിനെ കുറിച്ച് വെറുതെ അപവാദം പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വേദനിക്കുകയും തകർന്നു പോവുകയും ചെയ്യുന്ന കുട്ടികളുണ്ട്, കുടുംബങ്ങളുണ്ട്, അമ്മമാരുണ്ട്, ഗർഭസ്ഥ സ്ത്രീകളുണ്ട്. അപ്പാനിച്ചരത്തിന്റെ ഭാര്യയൊക്കെ ഇപ്പോൾ ഏത് അവസ്ഥയിലാണ് എന്നാണ് ഓർത്ത് എനിക്ക് ഉത്കണ്ഠയുണ്ട്. എനിക്ക് നിങ്ങൾക്ക് ഉത്കണ്ഠയുണ്ടോ ഇല്ല എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ എനിക്ക് ഉത്കണ്ഠയുണ്ട്. ഇനി നമുക്ക് ഈ മസ്താനിയോട് ഒരു കാര്യം പറയാനുണ്ട്. മസ്താനി ഈ ഒരു സംഭവം കഴിഞ്ഞപ്പോൾ മസ്താനി ഇട്ട ഒരു സ്റ്റാറ്റസ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇൻസ്റ്റഗ്രാമിൽ ഇട്ട ഒരു വീഡിയോ ആണ് കാണാൻ പോകുന്നത്. തിരിച്ച് റിപ്ലൈ കൊടുക്കരുത്, പറഞ്ഞിട്ട് പൊക്കോട്ടെ എന്ന് വിചാരിക്കാം. ആരാണ് ഞാൻ അവിടെ പറഞ്ഞു ഒന്നും പറയാൻ പോകുന്നത്. എത്ര ഇതാണെങ്കിലേ കേട്ട് നിൽക്കുന്നതിനൊരു ലിമിറ്റ് ഉണ്ടോ? ചില സാഹചര്യങ്ങളിൽ ഒരു 10 അടി അതിനേക്കാളും വാല്യൂ ആണ് സൈലൻസിന്. ഞാൻ പഠിച്ചതാണ്. പ്രിയ മസ്താനി, എനിക്ക് മസ്താനിയോട് പറയാനുള്ളത്, മസ്താനി ഒത്തിരിയേറെ തരത്തിലുള്ള സൈബർ ബുള്ളിങ് മസ്താനിക്ക് വന്നു. അതൊരിക്കലും വരാൻ പാടില്ലാത്തതായിരുന്നു. ആ തരത്തിലുള്ള സൈബർ ബുള്ളിങ്ങും ഒക്കെ വന്നു. അത് എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, അതൊരു ഗെയിമിന്റെ ഒരു സ്പിരിറ്റിൽ, ആ ഗെയിമിൽ തന്നെ അത് തീർന്നു എന്നുള്ളത് അതിന്റെ ഒരു നല്ല കാര്യമായിട്ട് ഞാൻ കാണുന്നു. പക്ഷേ തനിക്ക് വന്ന അതേ സൈബർ ബുള്ളിങ് തന്റെ ശത്രുവിന് പോലും വരരുതേ എന്ന് നീ പല സ്ഥലത്തായിട്ട് പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ വരണം, അങ്ങനെ സംഭവിക്കണം, ആ സംഭവിച്ച് ഞാൻ ആനന്ദിക്കുന്നു എന്ന രീതിയിലുള്ള ആറ്റിറ്റ്യൂഡ് അത്ര നല്ലതാണോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ പ്രിയ പ്രേക്ഷകരെ, ഇത്രമേ എനിക്ക് പറയാനുള്ളൂ. പ്രത്യേകിച്ച് ഒരു കുടുംബം തകർക്കുവാനായിട്ട് നമ്മൾ കൂട്ടുനിൽക്കരുത്. അതിൻ്റെ അകത്ത് സത്യമുണ്ടോ, അതിൻ്റെ അകത്ത് യാഥാർത്ഥ്യമുണ്ടോ എന്ന് തിരിച്ചറിയുവാൻ പോലും നമ്മൾ മറ്റു വ്യക്തികളുടെ ഇതിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഇനി ഏതെങ്കിലും തരത്തിൽ അതൊരു കേസ് ആകുമോ, ഏതെങ്കിലും നിയമവിരുദ്ധമായ കാര്യങ്ങളാകുമോ, അല്ലെങ്കിൽ സദാചാര വിരുദ്ധമായിട്ട് വലിയ രീതിയിൽ പൊട്ടിപ്പുറപ്പെടുന്ന കേരളത്തെ മുഴുവൻ ബാധിക്കുന്ന ഒരു പ്രശ്നമാവുകയോ ഒക്കെ ചെയ്യുവാണെങ്കിൽ അതിൽ കാര്യമുണ്ട്. അല്ലെങ്കിൽ ഇതൊക്കെ വെറുതെ മനുഷ്യനെ പറ്റിക്കുവാനും നമ്മളുടെ പ്രത്യേക തരത്തിലുള്ള സങ്കല്പ ഇതങ്ങളെയും ഈ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഇവർ കാണിക്കുന്ന കുറച്ച് ഗിമിക്കുകളാണ്. ഈ ഗിമിക്കില് നമ്മൾ വീഴരുത്. അയലത്തെ മലയാളിയുടെ നമസ്കാരവും അഭിവാദ്യവും ശുഭദിനവും എല്ലാവർക്കും നേരുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, സത്യമേവ ജയതേ.